നീ എന്തിനാ നിന്ന് തുള്ളുന്നേ? മുഖത്തുണ്ടല്ലോ. പിന്നെ എത്ര നേരം അവിടെ കാത്തിരിക്കുന്നേ? അവിടെ ഇപ്പൊ നേരത്തെ പോയിട്ട് ഇപ്പൊ എന്താ മലമറിക്കാണ്? പിന്നെ പോണ്ട. ഞാൻ ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയി. ഇയാൾക്ക് ഇപ്പൊ എന്തു ആവാലോ, ഇനിയിപ്പോ അവിടെ നടന്നെത്തണ്ടേ. പക്ഷെ അതൊന്നും അല്ല എന്റെ പ്രശ്നം. എന്നാ അത് പറ, എന്താ എന്റെ പ്രശ്നം? ഈ കോളേജിൽ പഠിക്കുന്ന എല്ലാവരുടെയും പ്രശ്നം പ്രാക്ടിക്കലിന് പേഷ്യന്റ് ഇല്ല. ഈ പട്ടിക്കാട്ടിൽ മനുഷ്യൻ തന്നെ അല്ല, അപ്പോഴാ പേഷ്യന്റ്. എനിക്ക് എങ്ങനെയും ഒരു പേഷ്യന്റിനെ ഒപ്പിച്ചു തരുമോ? ആ അപ്പൊ അതാണ് കാര്യം. എൻ്റെ മോളെ കഴിഞ്ഞ പോലെ ഞാൻ തന്നെ ഒരാളെ ഒപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയാം. പ്ലീസ് പ്ലീസ് പ്ലീസ്, നല്ല കുട്ടിയല്ലേ, എനിക്ക് ആരെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരുമോ? നിനക്ക് അന്ന് വന്ന ഒരാളെ പോലെ ഒരാളായാലും മതി. ആ ബെസ്റ്റ്. അയാളെ കാര്യം നീ എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത്, എന്നെ കൊണ്ടാവൂല. ആവും നീ വിചാരിച്ച നടക്കൂല. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? നീ പറ, ഇവിടെ പ്രാക്ടിക്കൽ നടക്കണ്ടേ? പേഷ്യന്റ് ഇല്ലാത്ത എന്റെ പ്രശ്നമാണോ? ഞാൻ ഫാത്തിമയോട് രാഹുലിനോട് ഒക്കെ ചോദിച്ചതാ. അപ്പൊ രാഹുൽ ആ പറഞ്ഞത് നിന്റെ അടുത്ത് ചോദിക്കാൻ. അവർക്കൊക്കെ നീ അല്ലേ റെഡി കൊടുക്കുന്നേ, പിന്നെ എനിക്കെന്താ റെഡി തന്നാല്? ഞാൻ എത്ര നേരം നിന്റെ പുറകെ നടക്കുന്നത്? നീ പറഞ്ഞ കേട്ടാ ഞാൻ ഇവിടെ പേഷ്യന്റ് ഉണ്ടാക്കാന്നിരിക്കല്ലോ. എടാ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ടൈമായി, നീ ഒന്ന് സെറ്റ് ആക്കണേ. നടക്കൂലട്ടോ. എനിക്ക് എങ്ങനെയും ഒരു പേഷ്യന്റ് ഒപ്പിച്ചു തരുമോ? അണ്ണാ ഒരു ടീ. ആടാ പറടാ. വല്ലതും റെഡി ആയോ? എവിടെ ശരിയാനാടാ, അങ്ങോട്ട് കൊടുത്താ ആടാ, ഞാനും ഇത്ര കഷ്ടമൊന്നും വിചാരിച്ചില്ല. ഞാനൊരു ചാവടിക്കാൻ ഹോട്ടലിൽ കയറിയാ. ആ കുടി കുടി, പിന്നെ ആരെങ്കിലും കിട്ടാണെങ്കിലേ ഇനിയും കൂടി ഓർക്കണേ. ആടാ ശരിടാ. ஜோர்ஜே, அந்த லைட்டை போடப்பா. என்ன தம்பி, மெடிக்கல் ஸ்டூடெண்டா? ஆமாண்ணா, KGB காலேஜ். பேஷண்ட் வேணுமா? ஆமாண்ணா, பல்லு பறக்கிறதுக்காக. பேஷண்ட்டை நான் ரெடி பண்ணலாம், போதுமா? போதும் அண்ணா, போதும். ஆனா உங்களுக்கு எப்படி? இது நம்ம ஏரியா தம்பி. உன்னை போல் எவ்வளோ பேர் இங்கே வந்திருக்கு, கொஞ்சம் விசாரிச்சு பாருக்கண்ணா, தெரியும். அப்படியா? ஆனால் ஒரு விஷயம் தம்பி, இந்த ஹெல்ப்புக்காக எனக்கு ஒரு 2000 ரூபாய், அப்புறம் ஒரு போட்டல் பண்ணலாமா? ஜோர்ஜ், இந்த பையனுக்கு ஒரு பேஷண்ட் வேணும், கிடைக்குமாடா? வணக்கம் தம்பி. அண்ணா மவுத்து கொஞ்சம் ஓப்பன் பண்ணுங்க. வாயத்துறடா. அண்ணா ஒரு பல்லு கடை இருக்கு, எடுக்கட்டுமா? எடுக்கலாம். ஹோட்டல் கிடைக்குமா? ஹோட்டல் கிடைக்கும்.
കിടക്കും, വീട്ടിൽ കിടക്കും. പക്ഷേ തലേ ദിവസം തന്നെയടിക്കാൻ കൂടാ, ഇഞ്ചക്ഷൻ വർക്കാവും. தெரியும் தம்பி. അണ്ണാ എല്ലാം ഓക്കെ അല്ലേ? அல்ல போலாம் தம்பி. ഇന്നലെ രാത്രി ഡ്രിങ്ക്സ് ഒന്നും இல்ல தம்பி, எதுவும் சாப்பிடல தம்பி. நம்பிக்கை தம்பி, எதுவும் சாப்பிடல. കാണാ. May I come in, sir? Yes, come in. Sir, I have a practical today. Where is your patient? അണ്ണാ, Ah, oh. This is your patient? Carry on. Ah, താങ്ക് യു സാർ. okay. അങ്ങോട്ട് കിടന്നോണ്ണ, തല കുറച്ച് ഇങ്ങോട്ട്. ആ ഓക്കെ മാഡം. So, is this your patient? യെസ് മാം. Does he have any history of diabetes or on any medications? നോ മാം, ഈസ് നോട്ട് ടേക്കിംഗ് എനി മെഡിക്കേഷൻ. Any heart complaints? No. Any habit of alcoholism or smoking? യെസ്, ഹീസ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്ക്സ് Have ഒക്കേഷണലി. you checked if he had any drinks on the day before or prior to surgery? നോ. Any other history? നോ. Okay. Please examine. Which tooth are you going to extract? ഇറ്റ് ഈസ് 4/7. സോറി മാം. The tooth is grade 1 mobile. ഓക്കെ മാം. Have you got the approval from the HOD? യെസ് മാം. Okay then, you may proceed with the anesthesia. ഓക്കെ. Ah, Have you completed all the procedures? Yes, ma'am. வணக்கம் தம்பி. அண்ணா நீங்க? நான் பேஷண்ட்டுமா. അയാള് വരികയായിരിക്കില്ലേ? അല്ലടാ, ഇനി എങ്ങനെ പേഷ്യന്റ് ഒപ്പിച്ചേ? ജംഗ്ഷനിലെ ഹോട്ടലില്ലേ, അവിടുത്തെ മാനേജർ ഒപ്പിച്ചെന്നാ. 2000 രൂപ ഒരു ഫുൾ ബോട്ടിലാ പോയെ. ഔ, എന്റെ ക്യാഷ് പോയില്ല അണ്ണാ. അണ്ണാ ഓക്കെ അല്ലേ? வணக்கம் தம்பி. அண்ணா மவுத் ஓப்பன் பண்ணு. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എടാ മഹാഭാബി, അയാളുടെ വായിലാകെ ഒറ്റ പല്ലും കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അയാൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? ഒന്ന് പോടാ, ആ ഒരു പല്ല് വെച്ചാണ് കഴിക്കാൻ പോന്നെ. എടാ അയാൾ കഴിക്കാറില്ല, കുടിക്കാറേ ഉള്ളൂ. എടാ ഇതൊക്കെ ഈ ഹോട്ടൽ ഓണറിന് ഉടായിപ്പാടാ. കാശുണ്ടാക്കാൻ വേണ്ടി ഈ പാവത്തിന് കുപ്പിയും കൊടുത്ത് അയാളെ ഉപയോഗിക്കാടാ. എടാ ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? മര്യാദയ്ക്ക് ഒരു പേഷ്യൻ്റ് പോലും കിട്ടാത്ത ഈ ഹോസ്പിറ്റലിൽ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാ, നീയും ഇങ്ങനെയല്ലേ ചെയ്ത്? എടാ
എടാ എന്നാലും പാവം ഉണ്ടാവൂടാ. ഒരു എന്നാലും ഇല്ല. പിന്നെ അയാളില്ലേ നടക്കുന്ന കുപ്പിയാ കുപ്പി. എന്നാ ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്, ഞാൻ പോകാം. അണ്ണാ ജോർജ് അണ്ണാ, എന്നാ ഇത്? പശിക്കുது தம்பி. വാ അണ്ണാ. வீடு பரவாயில்ல போச்சு, சாப்பிட முடியலா. சாப்பிட முடியா? എന്നമ്മാ, എന്നാ വേണം? അണ്ണാ, ഞാൻ ഫാത്തിമയുടെ ഫ്രണ്ട്. ആ ഇന്ന് മോർണിംഗ് പറഞ്ഞ പേഷ്യൻ്റെ കാര്യം. ആ ശരി ശരി ശരി. ഉക്കാറമ്മ. കുമാറേ, ഡേയ് കുമാറേ. ഇതൊന്നും ശരിയല്ലടോ. എന്ത്? ഇതൊക്കെ തന്നെ. എടോ, താൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു മെഡിക്കൽ കോളേജിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പേഷ്യൻസാണ്. അതില്ലാത്ത ഈ പട്ടിക്കാട്ടിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഇവരെയൊക്കെ ഇവർ പേഷ്യൻസ് ആക്കി മാറ്റും. ഇവർ പിന്നെ പാവങ്ങളായതുകൊണ്ട് ഇവർക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവരുടെ കാര്യം കഴിഞ്ഞാൽ ഇവരെ വലിച്ചെറിയും. പിന്നെ പേഷ്യൻറ്റിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് രാമായണ പോലത്തെ ആൾക്കാർ അവരെ വിറ്റ് പൈസ ഉണ്ടാക്കും. ഇതൊന്നും അറിയാതെ ലക്ഷക്കണക്കിന് പൈസയും ചിലവാക്കി നമ്മളെ ഇങ്ങോട്ട് വിടുന്ന നമ്മുടെ രക്ഷിതാക്കളല്ലേ ശരിക്കും പൊട്ടന്മാർ. ഇല്ലാത്ത പേഷ്യൻറ്റിന് കുപ്പിയും കാശും കൊടുത്ത് ഉണ്ടാക്കുന്ന നമ്മളും ചെയ്യുന്ന തെറ്റ് തന്നെയല്ലേ? അമ്മാ, ഇങ്ങ വാങ്ങമ്മാ. നീ പറഞ്ഞതൊക്കെ ശരിയാടാ, എനിക്കറിയാം. പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഐ എം സോറി. ഇത് കുമാർ, നമ്മ പയ്യൻ. കുമാറേ, അമ്മക്കൊരു പേഷ്യൻ്റ് വേണം. ഉള്ളു കിടക്കുമടേ.